എന്നെ ഇവിടെ നിറക്കാൻ നിന്റെ അപ്പന്മാർ വിചാരിച്ചാൽ സാധിക്കില്ല. തോമയാണ് ഈ പിറ കിട്ടിയെങ്കിൽ തോമ തന്നെ അവിടെ താമസിക്കും. ഈ വഴക്കൊന്നും കൂടാതെ തനിക്ക് തിരിച്ചു പോകാൻ പാടില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നീ നിന്റെ ജോലി നോക്കണ കൊച്ചനെ, എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. കർത്താവേ, ജോയിക്കുഞ്ഞിന്റെ അടുത്തൊന്നും ഇങ്ങനെ ഇതവരാരും പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ വിചാരിച്ചാൽ ഈ വഴക്കൊന്ന് തീർക്കാൻ ഒക്കെയില്ലേ? കേട്ടോ ജോയിക്കുഞ്ഞെ, ഞാൻ ജോയിക്കുഞ്ഞിനോട് ഒരു നേര് പറയാം. ഈ വഴക്ക് മുഴുവൻ ഉണ്ടാക്കിയത് ഈ ഇക്കോത്തിനും ആ കുഞ്ഞമ്മും കൂടാണ്. ഞാൻ എന്താ കിടക്കാൻ പറയും? നീ ഒന്നും ചെയ്യില്ലടാ. ഈ കുടി നീ നിൽക്കുന്ന മനുഷ്യല്ലേ കെട്ടിയത്. എന്നിട്ട് ഇവനും കുഞ്ഞമ്മും കൂടെ രൂപ മേടിച്ചോണ്ടാണ് ഈ പൊലയ മത്തായിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇവരീ പറയുന്നതെല്ലാം നേരാണോടാ മത്തായി? അയ്യോ അല്ലേ തമ്പുരാ, നുണയാണ് കൊച്ചുമ്പുര. എടാ മത്തായി, ഞങ്ങളും ഈ പുറമ്പോക്കി തന്നെ ഇടാ കിടക്കണത്. ഈ നിൽക്കുന്ന മനുഷ്യൻ ഇവിടെ വന്ന് ഈ കുടിൽ വെച്ച് കിടന്ന ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങളും കണ്ടതാ. എടാ ഇക്കോ, ഇക്കോ, അവൻ എപ്പോഴേ മറഞ്ഞു. എടാ മത്തായി, കുഞ്ഞമ്മവും മിക്കവും കൂടെ അല്ലേ നിന്നെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്? സത്യം പറഞ്ഞില്ല ചവിട്ട് വാങ്ങിക്കും. അവര് പറഞ്ഞിട്ടല്ലോ നീ ഇവിടെ കയറി താമസിച്ചത്. അതെ തമ്പുര, അടിയനോട് 50 രൂപയും വാങ്ങിച്ചിട്ടുണ്ട്. കൊടുക്കണം അവിടുന്ന്. കണ്ട റൗഡികൾക്കെല്ലാം പണം കൊടുത്തിട്ട് വല്ലവരും കിട്ടിയ പുരയിൽ കയറി താമസിക്കുന്നു. നിങ്ങളുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പുരയിൽ വെക്കൂ. അപ്പൊ അടിയും കൊടുത്ത് രൂപയോ തമ്പുരാൻ? അതിക്കോ മേടിക്കണം. ഇനി ഇവിടുന്ന് ശബ്ദിച്ചു പോയാൽ നീ അടി മേടിക്കും. പോളന്ന് ക്ഷമിക്കണം കേട്ടോ, ഈ വിവരങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇനി ആരും ഒരു ഉപദ്രവത്തിനും വരാൻ പോകുന്നില്ല. അങ്ങനെ വന്നാൽ തന്നെ ഞാൻ നോക്കിക്കൊള്ളാം. അത് തോമയ്ക്ക് പേടിയൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ വരട്ടെ. ഓ പാടി പിള്ളേരെ, ഇതൊക്കെ ഒന്ന് പറക്കി അകത്ത് വയ്ക്ക്. അന്നേരം വന്നതുകൊണ്ട് ഇങ്ങനെങ്കിലും ഒക്കെ തീർന്നു. ഇല്ലെങ്കിൽ ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാനിവിടെ താമസിക്കാൻ വന്നവനാ. ഞാനിവിടെ താമസിക്കുകയും ചെയ്യും. ഈ പുറമ്പോക്കിലുള്ളതിനൊന്നും ഒരു തുണയും ഇല്ലെന്നേ. ആ ഇക്കോത്തനും കുഞ്ഞമ്മും കൂടെയാണ് ഇവിടൊക്കെ ഭരിക്കണത്. അവര് വലിയ വഴക്കുകാരാണെന്നല്ലേ പറയണത്. അവന്റെ വഴക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാനൊരു നകളിപ്പ് പറയുകയാണെന്ന് കരുതരുത്. ഞാൻ ഒറ്റയ്ക്കൊരു ചായക്കട നടത്തുകയാണ്. അവന്റെ ഒക്കെ റൗഡിത്തരവ് കൊണ്ട് എന്റെ അടുത്ത് വരികയില്ലല്ല. വന്ന അന്ന് ഞാൻ അവന്റെ കഴുത്ത് വെട്ടു. നിന്റെ കൈ കറുപ്പുണ്ടോടി പെണ്ണ്? എന്നത് ശരി കേൾക്കാൻ മേലേ നിനക്ക്? കറുപ്പുണ്ടോന്ന്? അയ്യോ, എന്റെ കയ്യിലെങ്ങും ഇല്ല. അമ്മക്ക് കറുപ്പ് തിന്നാഞ്ഞിട്ടാണ്. ഇവിടെ നടന്നതല്ല അമ്മ അറിഞ്ഞ. എന്നെ നടന്നെന്നാണ് നീ പറയണേ? എനിക്ക് വേച്ചപ്പിന് വല്ലതും തരാൻ നിന്നെ കൊണ്ടുവെക്കുവാ. എടി മോളെ, വല്ല ഇച്ചിരി വേവിച്ച് അമ്മച്ചിക്ക് കൊടുറി. പാവം വിശക്കുന്നുണ്ടാവും, ഇന്നൊന്നും കഴിച്ചിട്ടില്ല. പറഞ്ഞതുപോലെ ഇത്തിരി വെള്ളം കോരണല്ല. ഇവിടെ എവിടുന്നാ വെള്ളം കോരണത്? പെണ്ണതേ ആ കൊടവ് എടുത്തോണ്ട് താടകവരുടെ വീട്ടിലോട്ടിയല്ലേ? അവിടത്തെ കിണറ്റിന്നാണ് ഇവിടെ എല്ലാരും വെള്ളം കോരണത്. അതാരാണ് താടക ഗൗരി? ആളുകളെ പിടിച്ചു വിഴുങ്ങോ? വേണ്ടി വന്നാ അവൾ അതും ചെയ്യും. കൊല്ലം നാരായണനെ കൊണ്ട് അവളെ പൂർപ്പിക്കാൻ പറ്റുകയില്ല. ആരായി കൊല്ലം നാരായണ? അവിടെ കെട്ടിയോന്. നീ പോയി വെള്ളം കൊണ്ടാ പെണ്ണെ. തൊട്ടടുത്താണ് താമസിക്കുന്നത്. അതിന്റെ അടുത്താണ് പണ്ടാരത്തി പാറു താമസിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് താമസിക്കുന്നത് കല്യാണി കളവാണി. ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരു സ്ഥാനപ്പേരുണ്ടല്ലോ, അതെന്താ? അതിപ്പോ എന്നാ പറയാനാണ്? എന്നെ വിളിക്കണത് കടുക്കാമറിയെന്നല്ലേ? അതെന്താ കടുക്കാൻ പറയാന്ന് വിളിക്കുന്നേ? ഓരോരുത്തന്റെ തലതിരിവ്, അല്ലാണ്ട് എന്നാ പറയാനാണ്? ഓ, വർത്താനം പറഞ്ഞോണ്ടിരുന്ന് നേരം പോയതറിഞ്ഞില്ലല്ലോ. അയലത്തുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി വന്നതാണ് കേട്ടാ. ചേട്ടത്തി, അമ്മച്ചി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ട്. നമുക്കിനിയും കാണാമല്ല. പിന്നെ വല്ല കപ്പയോ അടക്കമീനോ വേണമെങ്കില് എന്റെ കടയോട്ട് വന്ന് മേടിക്കാം കേട്ടാ. ആശാനൊരു പറ്റു പറ്റുമ്പ ആശാൻ എന്തിനാണ് അവരുടെ മുമ്പിൽ ചെന്ന് നിന്ന് കൊടുത്തത്? എന്റെ കർത്താവേ, അതേ എടുത്ത് കഴിക്കും തൊഴിച്ചു കളയുമെന്ന് ഞാൻ വിചാരിച്ച അവന്റെ കാലേ എന്റെ വയറ്റിലായിപ്പോയെന്നാണ് ഞാൻ വിചാരിച്ച. പതുക്കെ, അയ്യോ എന്റെ ഈശോയെ, പതുക്കെ. ആശാനെ, എന്റെ കർത്താവേ, അവനക്കിടെ ഏതാണ്ട് കയ്യാങ്കളി വശമുണ്ടെന്നാണ് നമ്മുടെ വിചാരം. പതുക്കെ. എന്റെ ഈശോയെ, കയ്യാങ്കളിയല്ല അമ്മു. അവനെ തമണി കിടന്നേ കട്ടവണ്ടി വലിച്ചതാ. നല്ല ചിമിട്ട
എന്റെ ഈശോയെ, നമ്മൾ എത്ര അടി കൊടുത്തിരിക്കണു കൊണ്ടിരിക്കണു. എന്റെ പക്ഷെ ഈ ചെകുത്താനെ അടിച്ചപ്പോ മാത്രം നമ്മുടെ കൈ ഉളുക്കി പോയി. എന്റെ നാവികല്ല കീഴ്പോട്ട് കീഴ്പോട്ട്. നിനക്ക് എന്നാടി ഇത്തവണ നേരത്തെ വലി വന്നോ? സാധാരണ കർത്താവ് അടുപ്പിച്ചാണല്ലോ. കൊച്ചിന്ന് ഇവിടെ വരെയുള്ള അലച്ചിലല്ലായിരുന്നു. ദേ എവിടെ എത്തിയപ്പോ എടുത്താ പൊങ്ങാത്തൊരു വഴക്കം. അത് കണ്ടപ്പോ നിനക്കങ്ങ് വലിവും വന്നു അല്ലേ? എടീ, വഴക്കുണ്ടാക്കേണ്ടിടത്ത് വഴക്കുണ്ടാക്കണം, എന്നാലേ പൊറുക്കാൻ നോക്കും. ഇനി ആരെങ്കിലും ഇവിടെ വന്ന് നമ്മ ഇറക്കുമെന്ന് നോക്ക്. നാളെ റേഷൻ കടയിൽ ചെന്ന് നമ്മുടെ റേഷൻ കാർഡും കൂടെ പതിപ്പിച്ച നമ്മളും ഈ പറമ്പോക്കുകാരായി. ദേ ഇവിടെ ഒന്നും മറക്കണല്ല. നേരം വിളിക്കട്ടെ, കുറച്ച് ഇഷ്ടിക ഉണ്ടാക്കണം. ഇവിടെ ഇപ്പൊ എങ്ങനെയാണെന്ന് മറയ്ക്കണത്? ഇപ്പൊ എന്നത്തിനാ മറിക്കണേ? പിള്ളേര് കിടക്കണ കാണാൻ മേലെ. എടി, മനുഷ്യരെ മറയ്ക്കാം, എന്നാലും കർത്താവുണ്ട്. കർത്താവിനെ നീ എന്നാടുത്ത് വെച്ച് മറയ്ക്കും? കിടന്നോ? ആ മോളെ മേരി, മേരിക്കുട്ടി, എന്താണ് അപ്പച്ച? മോള് ഇച്ചിരി മണ്ണ് കുഴയ്ക്ക് 5-6 ഇഷ്ടിക ഉണ്ടാക്കണം. അപ്പൊ ഞാൻ റേഷൻ കടയിൽ പോയി ഈ കാതൊന്ന് പതിപ്പിച്ചേച്ചും വരാം. ആ ചേർക്കാം മോളെ. അപ്പച്ചൻ പോയി ഇവിടെ അടുത്തെങ്ങാനും പള്ളിക്കൂടം ഉണ്ടോന്ന് അന്വേഷിച്ചേച്ചും വരാം. അവർക്ക് പള്ളിക്കൂട്ടി പോകാഞ്ഞിട്ടാണ്. ഇന്നത്തേക്ക് വയറ്റിൽ പോകാൻ എന്താണെന്നാണ് ഞാൻ ആലോചിക്കണത്. നിന്റെ കയ്യിൽ എന്തോ ഉണ്ടടി? ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. എന്റെ ഉള്ളത് എന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ മേലായോ? അത് ഇനി നീ ഇങ്ങോട്ട് പറയാതിരുന്നേച്ചാ മതി. എന്നാ ഇത് കൊണ്ടുപോയല്ലോ കപ്പ മറ്റോ വാങ്ങി പുഴുങ്ങും. എടാ തോമായേ, എനിക്ക് ഇച്ചിരി കറപ്പ് മേടിച്ചു തരാൻ പറഞ്ഞിട്ട് നീ മേടിച്ചു തന്നല്ല. മേടിച്ചു തരാൻ പറ്റി, കാശില്ലാഞ്ഞിട്ടല്ലേ? കാശില്ലാഞ്ഞിട്ട് നിന്റെ കെട്ടിയൊക്കെ കപ്പ മേടിക്കാൻ കാശ് കൊടുത്തതാ. കപ്പ എനിക്ക് പുഴുങ്ങി തിന്നാനാണ്? അല്ലടി, എനിക്ക് പുഴുങ്ങി തരാനെ കൊണ്ട്. എടാ ചെറുക്ക, എനിക്ക് ഇച്ചിരി കറപ്പ് മേടിച്ചു തരാൻ വയ്യെങ്കിൽ എന്നെ വല്ല അനാഥശാലയിലും കൊണ്ട് വിടാ ചെറുക്ക. തുടങ്ങി അമ്മച്ചി. നിന്നെ 10 മാസം ചുമന്നു വെച്ചത് ഞാനാണോ? ഛർദിയല്ല. ചുമന്ന് പറ്റെങ്കിലേ ഇപ്പൊ അടുത്ത വയറ്റിലിട്ടാണ് നടന്ന. ഇവിടെ ആർക്കും വേണ്ട. പടിവില്ലേ അമ്മച്ചി, അകത്തെങ്ങാനും പോയി ഇരിക്കേ. ചേടാ, എന്റെ ശവടത്തിനുള്ളത് മാറ്റി വെച്ചിട്ടേ ചെലവാക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ചത്ത് കടന്ന കാക്ക ഒത്തി വലിക്കും. നിനക്കൊക്കെ മാറുകയും ചെയ്യും. പറഞ്ഞേട്ട. തട ഞാൻ ചെലയിക്കോളാം. നീ ഇതേ അപ്പുറത്ത് വീട്ടിൽ ചെന്ന് കുറച്ച് വെള്ളം എടുത്തോണ്ട്. തട ഞാൻ വിട്ട അമ്മച്ചി. അമ്മച്ചി മണ്ണ് വിട്ടിട്ട് അയച്ചാ മതി. പറയുന്ന കേക്കടി പെണ്ണെ. നീ എന്നതാടി പെണ്ണെ നോക്കിക്കൊണ്ടിരിക്കണേ? ഇതിനകത്ത് വല്ല കല്ലോ ഓട്ടോ ഉണ്ടെങ്കിൽ പുറക്കി കളയാൻ വേണ്ടി. അപ്പോഴേ കുറച്ച് വെള്ളം കേട്ടിലിട്ടേനും കേട്ടാ. ബാക്കിയുള്ളവര് വെള്ളം കുടിച്ച് തന്നെ കഴിയണത്. എന്നാടി ഗൗരി വെള്ളം കുടിപ്പിക്കുന്ന കാര്യമൊക്കെ പറയുന്നത്? എന്റെ പാറു, നേരം വെളുത്തപ്പ് തുടങ്ങിയ ഒരു വെള്ളം കോരലാണ്. ഇങ്ങനെ ഉണ്ടോ ഒരു വെള്ളം കുടി? ഇത് കൊറേ വെള്ളം കുടിപ്പിക്കുന്ന ലക്ഷണമാ കാണുന്നത്. അല്ല, എവിടുന്നാ വരുന്നേ? കൊച്ചിന്ന. പട്ടണത്തിന്ന്. അവിടുന്ന് എന്താ പോന്നേ? വഴക്കിട്ട് പോന്നതാണോ? അല്ല, ഇവിടെ താമസിക്കാൻ വന്നതാ. പിന്നെ പട്ടണത്തിനെ പോലുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. പെണ്ണിന്റെ കെട്ടിയവന് എന്തോ ജോലി? എനിക്ക് കെട്ടിയവനില്ല. എന്താ പിണങ്ങി പോയോ? എന്നെ കല്യാണം കഴിച്ചിട്ടില്ല. അയ്യോ എന്റെ ഭഗവാനെ, കണ്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നണേ. എന്താ കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്ക? പട്ടണത്തിലാണെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഈ നാടത്തിൽ മോശമാ കേട്ടോ. സൂക്ഷിച്ചൊക്കെ നടന്നാ കൊള്ളാം. എന്താടി, വെള്ളം കോരാൻ പാടത്ത് വല്ല വഴക്കുണ്ടായ? വഴക്കോ? എന്തിന്? മുഖത്തിട്ട് ആന കുത്തി. ഓ, അവളൊരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നു. എടി അടി, കൊറേത്തെ ഒഴിയടി ധാരാടി.
അല്ലേ നീ കാഴ്ച കാണുകയാണോ? ഇങ്ങോട്ട് വന്ന് ചവിട്ടിക്കൊഴടി. നീ എന്നതാടി കാണിക്കണം? നിന്റെ തടി അങ്ങോട്ട് അനങ്ങട്ടടി. അമ്മയും മക്കളും കൂടി പുറമ്പോക്ക് മുഴുവൻ അങ്ങ് ചവിട്ടി കുഴയ്ക്കുവാണോ? എന്നാ ചെയ്യാനാ, പുറക്കണ്ടേ? കുഴയ്ക്ക്. എന്തിനാ ഇപ്പൊ ഇത് കുഴയ്ക്കുന്നേ? നല്ല പശയുള്ള മണ്ണാ കേട്ടോ. ഇഷ്ടിക ഉണ്ടാക്കാന്. ആഹാ. വെള്ളം പോറലോടി മോളെ. അമ്മച്ചി എന്തിനാ ഉള്ള മണ്ണെല്ലാം വെട്ടിയിട്ടത്? അതിലിപ്പോ എന്താണ്? കുറച്ച് വെള്ളം കൂടി കോരിക്കൊണ്ട് വന്നാ പോരെ? ആ കൊല്ലത്തിയുടെ വീട്ടിൽ വെള്ളം കോരാൻ പോവാ എനിക്ക് വയ്യ. അതെന്താ അവര് കോരിക്കല്ലേ? എനിക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ അമ്മച്ചി? ആ കൊല്ലത്ത് ജോലി അത്ര നല്ലവളൊന്നുമല്ല. അവൾക്ക് കുറെ കൂട്ടുകാരും ഉണ്ട് ഈ പുറമ്പോക്കില്. അവര് വല്ലതും പറഞ്ഞു കാണും. വല്ലതും പറഞ്ഞോടി മോളെ. എന്തൊക്കെയാണ് പറയുന്നറിയാമോ? ഒരു നാണവും ഇല്ലാത്ത ശവങ്ങള്. അങ്ങനെയാണെങ്കിൽ ഞാനും ഒന്ന് പറഞ്ഞു നോക്കാം. ആരാ ജയിക്കണം എന്നറിയാമല്ലോ. ഞാൻ കൊച്ചി കിടന്ന് കുറച്ച് പറഞ്ഞിട്ടുള്ള. നീ കുടമെടുത്തോണ്ട് വടി പെണ്ണെ, ഞാൻ കൂടെ വരാം. വേണ്ട അവരോട് പറഞ്ഞു ജയിക്കാന്ന് കരുതണ്ട. അതുങ്ങളൊക്കെ കൊച്ചിക്ക് അപ്പുറത്തുള്ളതുങ്ങളാ. മേലും കീഴും ഇല്ലാത്തതുങ്ങള്. അവിടെ പോകാതിരിക്കുന്ന മാനം. മോള് ഈ കുടം എടുത്തോണ്ട് ആ ഇട്ടിച്ചെന്റെ വീട്ടിൽ ചെന്ന് ആ കിണറ്റിൽ ഇത്തിരി വെള്ളം കോരിക്കൊണ്ടോ. അവരുടെ കിണറ്റിന്ന് അവര് കോരിക്കുവാ? അവര് വലിയ പണക്കാരാണെന്നാണല്ലോ പറയണത്. അതിനിപ്പോ കിണറ്റിനകത്ത് പണമാണ് നടക്കുന്നത്, വെള്ളമല്ലേ. നീ പോയി കോരിക്കൊണ്ട് വാ. എന്നാ പോയേച്ചും വാടി മോളെ. വല്ലവരും വഴക്ക് പറയുമോ? ആര് പറയാനാ? നീ ചെന്ന് വെള്ളം കോരിക്കൊണ്ട് വാ. എന്നാ നീയും വാടി അമ്മണി. അവക്ക് പേടിയാണെങ്കിൽ നീയും ചെല്ലിപ്പോ. ഇവളെ കെട്ടിക്കാറായല്ലോ കരുതി. ഇതുവരെ ഒന്നും ആയില്ലേ? പണ്ടേ ആവണ്ടതാ. പക്ഷെങ്കി കാശില്ലാണ്ട് കല്യാണം നടക്കുക. മേരിനെ ഇന്നലെ കണ്ടപ്പോ മുതൽ എനിക്കൊരാശ. എന്താണെന്ന് വെച്ചാലേ, എനിക്കൊരു മോനുണ്ട്, മത്തായിക്കുട്ടി. അവൻ പട്ടാളത്തിലാ. മേരിയും മത്തായിക്കുട്ടിയും ചേരും. കണ്ടാൽ ആങ്ങളെയും പെങ്ങളും ആണെന്നേ പറയത്തുള്ളൂ. നമുക്കൊന്ന് ആലോചിച്ചാലെന്താ? പിന്നെന്താണ്? പെണ്ണുണ്ടായാ പിന്നെ കെട്ടിച്ചു കൊടുക്കാണ്ടിരിക്കാനോ? പിന്നെ ഞങ്ങൾക്ക് ഒരേ ഒരു മോനേ ഉള്ളൂ. ശ്രീധരത്തിന്റെ കാര്യം വേണ്ടി വന്നാ അതും ഉണ്ടാക്കാതിരിക്കാൻ ഒക്കുക. എന്തായാലും അതിന്റെ സമയം വരട്ടെ. അപ്പൊ അങ്ങനെ തന്നെ. തുടങ്ങി കൂവോ? വരുന്നു. കൂവണ്ട. വന്നേച്ചു ഓടി മുതുക്കി. ഞാൻ പറഞ്ഞില്ലേ മുതുക്കാ വരുന്നു. എന്റെ തറവി, ഇങ്ങനൊരു ശരണക്കേടുണ്ടോ? ഞാൻ അടുക്കേന്ന് ഇങ്ങോട്ട് മാറിയാ തുടങ്ങും കൂവ. ഞാൻ വരുന്നു കേട്ടോ. മുതുക്കന്റെ വിളി കേട്ടോ. എടിയടി, കുറ്റത്തോടാണോടി വഴി? നിങ്ങൾ ഏതാടി പെൺപിള്ളാരെ? ഞങ്ങൾ പുറമ്പോക്കി താമസക്കാരാ. ഓ, നിങ്ങളാണോ ഇന്നലെ വന്ന പുതിയ താമസക്കാര്? പുറമ്പോക്കിൽ ആരെങ്കിലും താമസത്തിന് വരുന്നതിന് മുൻപേ ഇവിടെ ഒന്ന് വന്ന് കാണുന്ന പതിവൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് വേണ്ടാന്ന് വെച്ചായിരിക്കും. നിങ്ങളുടെ തന്തയോടുണ്ടോടി പിള്ളേരെ? അപ്പച്ചൻ റേഷൻ കടയിൽ പോയിരിക്കുക. ഇവിടെ തിരക്കിന്നൊന്ന് പറഞ്ഞേക്ക്. പിന്നെ ഇനി മേലെ വെള്ളം കോരാൻ ഇതിലേ വരരുത് കേട്ടോ. അപ്പുറത്തൂടെ വേറെ വഴിയുണ്ട്. ആദ്യമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പോ. പിന്നെ ഒരു കാര്യം, ഇവിടെ ആണുങ്ങളൊക്കെ ഉള്ളതാ. മര്യാദയ്ക്ക് വന്ന് വെള്ളം കോരിക്കൊണ്ട് പോകാമെങ്കിൽ ഇങ്ങോട്ട് വന്നാ മതി. അല്ലെങ്കിൽ ഇവിടെ വരണ്ട. ആ കാര്യം നേരത്തെ പറഞ്ഞില്ലെന്ന് വേണ്ട. പോണം പോണം. ആളോ? ആര്? വഴക്കിടാവുന്ന ആളല്ല, വഴക്ക് തീർക്കാവുന്ന ആളാ. എനിക്ക് നല്ല ആളാണല്ലേ? നീ പിന്നെ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? അയാളെ എന്നാത്തിനാ ചിരിക്കുന്നത്? ആവോ, എനിക്കറിയാമോ. ചേച്ചി നോക്കിയപ്പോഴും ചിരിച്ചല്ലോ. നീ ഇതൊന്നും വീട്ടിൽ ചെന്ന് പറയരുത് കേട്ടോ. എന്നാ പറഞ്ഞ? പറഞ്ഞാലേ അപ്പച്ചൻ കൊന്നുകളയും. പിന്നെയും ചിരിച്ചു. അയ്യോ, ഈ പെണ്ണ് ഒന്നും മിണ്ടാതിരിക്കില്ല നീ. ഇങ്ങോട്ട് കൊണ്ടുവാ.
അപ്പച്ചനെ അവർ തിരക്കി. തിരക്കിയ? ആര് തിരക്കി? ആ കേറ്റത്തിലെ പെമ്പറുന്നവര്. നീ എന്നത്തിനാ കേറ്റത്തിൽ പോയെ? അവള് വെള്ളം കോരാൻ പോയതാണ്. അതാ കൊല്ലത്തിന്റെ കിണറ്റിലുള്ള എല്ലായിരുന്ന? അവിടെ വെള്ളം കോരാൻ ചെന്നപ്പോ ആരാണ്ട് ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് അവള് പിന്നെ അങ്ങാട് പോവുകയില്ല. ആരാണ്ട ഏതാണ്ടാ പറഞ്ഞേ? പറഞ്ഞേ? ഓ ഇനി അതറിയാഞ്ഞിട്ടാണ്. ആ എവിടുന്നായാലും വെള്ളം കിട്ടിയാ പോരെ. ആ കേരളത്തിക്കാരൻ എന്നതാ പറഞ്ഞേ? അപ്പച്ചനെ തിരക്കിന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ആ പെമ്പറന്നവരെ കണ്ടിട്ടും കൂടിയില്ല, പിന്നെ എന്നത്തിനാ തിരക്കണേ? അവര് വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി തരാൻ സാധിക്കും. ഓ ഇനി അവര് വിചാരിക്കാത്തോണ്ടേ ഉള്ളൂ. അവിടെ ആരൊക്കെ ഉണ്ടടി? ഞാൻ ആ പെമ്പറുന്നവരെ മാത്രമേ കണ്ടുള്ളൂ അപ്പച്ച. പിന്നെ ആര്? പിന്നെ ആരുമില്ല. പിന്നെ ആരുമില്ല. പിന്നെ നീ എന്നതാ പിന്നെ വലിച്ചു നീട്ടിയത്? അപ്പോഴേ പെമ്പറന്നവരെ, ഞാൻ അവിടെ ചെയ്തിട്ട് എന്നതാ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട, കണ്ടേക്ക് ഇങ്ങോട്ട് പോന്നാ മതി. അല്ല ആ